കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് ഉള്ള കർമ്മങ്ങൾ, പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ആലോചനയും കഴിഞ്ഞു കടന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുക എന്നതുപോലെ പ്രധാനമാണ് വരാൻ പോകുന്ന നാളുകളിൽ സുരക്ഷയുടെ. അത് നമുക്ക് രോഗങ്ങളുടെ കാര്യത്തിലുണ്ട്, സാമ്പത്തിക കാര്യത്തിലുണ്ട്, ആത്മീയ കാര്യത്തിൽ മാത്രം നാം അത് ചിന്തിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വസല്ലമ തസ്ലീമൻ കസീറ. പരിശുദ്ധ മദീന മുനവ്വറയിൽ റൗള ഷരീഫിലും പരിസരങ്ങളിലുമെല്ലാം ആലോചനാപൂർവം വിഹരിക്കുമ്പോൾ പരിശുദ്ധ ദീനിന്റെ ആത്മസത്തകൾ പലതും മനസ്സിൽ ഓർക്കുകയാണ്. വ്യക്തിപരമായി സ്വന്തത്തിന്റെ സുരക്ഷയ്ക്കും നമ്മുടെ സഹോദരങ്ങളുടെ സുരക്ഷയ്ക്കും ആവശ്യമായ പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മാനിച്ചിട്ടുണ്ട്. ഓരോന്നും ഓർമ്മ വരുമ്പോൾ നമുക്ക് കരുതലോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇന്നലെ മദീന മുനവ്വറയിൽ സുഭിക്ഷമായി നോമ്പ് തുറന്നു. അതിനുശേഷം പിന്നെ അത്താഴം കഴിച്ചു. വീണ്ടും സുബഹിയോടടുപ്പിച്ച് അത്താഴം കഴിച്ചു. മനസ്സിൽ ഓർത്ത ഒരു ചിന്ത, ആത്മീയ കാര്യങ്ങളെയും ഇങ്ങനെ ഭൗതികമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. നോമ്പ് തുറക്കുമ്പോൾ കൂടുതൽ ആഹാരം കഴിക്കുന്നത് നിലവിലുള്ള വിശപ്പിനെ മാറ്റാനാണ്. കാരണം പകലന്തിയോളം അന്നപാനീയങ്ങളില്ലാതെയാണല്ലോ. കഴിഞ്ഞുപോയ വിശപ്പിനെ, ദാഹത്തെ അകറ്റാൻ, പരിഹരിക്കാനാണ് നോമ്പ് തുറയുടെ ആഹാരം. എങ്കിൽ പിന്നീട് നാം അത്താഴം കഴിക്കുന്നത് സുബഹിയുടെ മുമ്പ് വീണ്ടും കനത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? നാളെ പകലിൽ വരാൻ പോകുന്ന വിശപ്പിനെ പ്രതിരോധിക്കാനാണ്. കരുതലിന്റെ ഭാഗമാണ്. പകൽ സമയത്തൊന്നും നാളെ ലഭിക്കുകയില്ല. അപ്പോഴ് കഴിഞ്ഞുപോയ വേദനകള്, വിശപ്പ്, ദാഹം അകറ്റാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് പോലെ വരാനുള്ള സമയങ്ങളിലെ കരുതലുകളായി നാം ഭക്ഷണം കഴിക്കുന്നു. ഇത് ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ ചികിത്സാ വിധികളും ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പറ്റിപ്പോയ ഒരപകടത്തെ, ഒരു മുറിവിനെ ഉണക്കാൻ, മാറ്റിയെടുക്കാൻ വേണ്ടി നാം മരുന്ന് ഉപയോഗിക്കുന്നു. അതിനാവശ്യമായ വേദനകൾ നിലവിലുള്ളതിനെ അവസാനിപ്പിക്കാൻ, മുക്തമായി കിട്ടാൻ വേണ്ടി മരുന്നുകളും ചികിത്സകളും ചെയ്യുന്നു. കഴിഞ്ഞു കടന്നുപോയ ചില അപകടങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്ത് നമ്മുടെ ശരീരത്തിനകത്ത് പെട്ടുപോയ ദുരിതങ്ങളെ മാറ്റുന്നു. എന്നാൽ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതോ വരും ഭാവിയിലുള്ള അപകടകരമായ അവസ്ഥയെ തരണം ചെയ്യാൻ പ്രതിരോധത്തിന്റെ ചികിത്സയാണ്. ആ രോഗം വന്നുപെടാതിരിക്കാൻ, ഈ മാരക രോഗം വരാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നു. കുത്തിവെപ്പുകളായി, കരുതലുകളായി നിരവധി ചികിത്സ നാം ഭാവിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ആരോഗ്യകരമായ അവസ്ഥ ഭാവിയിൽ തുടരാൻ ആവശ്യമായ മരുന്നും ചികിത്സയും കരുതലുമാണ് നാം എല്ലാവരും നിർവഹിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇനി സാമ്പത്തികമായ സംവിധാനങ്ങൾ, നാം അത് ചെയ്യുന്നതും കഴിഞ്ഞുപോയ ആവശ്യങ്ങളെ പരിഹരിക്കാൻ ആവശ്യമായ സാമ്പത്തികമായ വരുമാന മാർഗങ്ങൾ നാം നേടിയെടുക്കുന്നു. എന്നാലോ വരും ഭാവിയിലെ ജീവിതം സുരക്ഷിതമാകാൻ ആവശ്യമായ, അപകടരഹിതമായ, നഷ്ടങ്ങളൊന്നും വന്നുകൂടാത്ത കച്ചവട സംവിധാനങ്ങൾ നാം ചിന്തിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനുഷ്യൻ അവന്റെ സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ
വളരെ ബോധവാനാണ്. ആരോഗ്യത്തിന്റെ പ്രശ്നമാവട്ടെ, വിശപ്പിന്റെ പ്രശ്നമാവട്ടെ, സാമ്പത്തികമായ കാര്യമാകട്ടെ, നല്ല ബോധവാനാണ്. അധിക ബുദ്ധിയൊന്നും ഇല്ലെന്ന് തോന്നുന്നവർ പോലും അത്തരം ഐഹികമായ ഭൗതികമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധാലുക്കളാണ്. ഇനിയാണ് മദീന മുനവ്വറയിൽ വെച്ച് വരുന്ന ആലോചന. ഇത് ഗൗരവമായി ആലോചിക്കേണ്ടത് ആത്മീയ വിഷയങ്ങളിലല്ലേ? ആത്മീയ വിഷയങ്ങളിലും ഈ രണ്ട് സംഗതികളെയും കൂലങ്കഷമായി ചിന്തിക്കാനും പുനരാലോചന നടത്താനും ഒരു സത്യവിശ്വാസിക്ക് കഴിയണം. അതായത് കഴിഞ്ഞ കാലത്ത് വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, മാലിന്യങ്ങൾ, അതിൽ നിന്ന് രക്ഷ നേടണം. അത് പൊറുക്കപ്പെടണം. കാരുണ്യവാനായ അള്ളാഹു, അൽ ഗഫൂറായ അൽ ഗഫാറായ അള്ളാഹു കഴിഞ്ഞതെല്ലാം നമുക്ക് പൊറത്തു തരണം. എന്നാൽ അത് മാത്രം മതിയോ? ആത്മീയമായി സുരക്ഷ, കഴിഞ്ഞുപോയത് പൊറുക്കപ്പെട്ടാൽ പോരാ. വരാനുള്ള ജീവിതത്തിലെ അപകടകരമായ ദുരന്തങ്ങൾ, ആത്മീയമായ കഷ്ടനഷ്ടങ്ങൾ വരുമെന്നുണ്ടെങ്കിൽ, വരാനുണ്ടെങ്കിൽ അവയെ പ്രതിരോധിക്കാനുള്ള അതിസൂക്ഷ്മമായ മുൻകരുതലുകൾ, ഇത് നാം എപ്പോഴും ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ടാണ് ഹദീസിലൊക്കെ ചില പുണ്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ചില പുണ്യങ്ങൾക്ക് അങ്ങനെയാണ് മഹത്വം പറഞ്ഞത്. അവന്റെ പാപങ്ങളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ സഹായകമായതാണ് ചില പുണ്യങ്ങൾ. എന്നാൽ മറ്റ് ചില പുണ്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ, കഴിഞ്ഞു കടന്നുപോയ പാപങ്ങൾ പൊറുക്കപ്പെടാനും ഇനി വരാനുള്ള സംശുദ്ധി സ്വീകരിക്കുവാനും വരാൻ പോകുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടാൻ ചില കർമ്മങ്ങളുണ്ട്. നോമ്പിനെ പറ്റിയൊക്കെ പറഞ്ഞിടത്ത് അറഫ നോമ്പിനെ പറ്റി പറഞ്ഞതല്ല, ആശൂറ നോമ്പിനെ കുറിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് ചിലയിടത്ത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ എന്ന് മറ്റ് ചിലയിടത്ത്. ഇതൊന്നും ആലോചനയില്ലാതെ പറഞ്ഞതല്ല. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പദങ്ങളും അക്ഷരങ്ങളും അതിസൂക്ഷ്മ വിചിന്തനങ്ങൾക്ക് വിധേയമാകുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുക. എന്നാൽ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടാൽ മാത്രം പോരാ, വരും ഭാവിയിൽ പാപങ്ങളിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷ്മത വേണം, കരുതൽ വേണം. അതിന് സഹായകമായ ആരാധനാ മുറകളും പ്രൊട്ടക്ഷൻ സ്വീകരിക്കണം. ഇത് ഓരോ വിശ്വാസിയും മനസ്സിലാക്കിയാൽ വിശ്വാസച്യുതി വന്നു പോകാതിരിക്കാൻ, നിഷേധവും ധിക്കാരവും കൽബിൽ കടന്നുകൂടാതിരിക്കാൻ, ശിർക്കും ബിദ്അത്തും അതുപോലുള്ള അപകടങ്ങളൊന്നും വരാതിരിക്കാൻ നാം ജാഗ്രത പുലർത്തണം. ആ ജാഗ്രതയിൽ ഒരൽപ്പം വീഴ്ച വന്നു പോയാൽ വിട്ടുപോകും. അൽ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാഇൽ രണ്ട് ഭാഗങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ട്. അസ്സബ്ഉൽ മുൻജിയാത്ത്, അസ്സബ്ഉൽ മുഹ്ലിക്കാത്ത്. രക്ഷ നേടാൻ ആവശ്യമായ 7 കാര്യങ്ങൾ. എന്നാൽ നാശഹേതുകങ്ങളായ, അപകടം വരുത്തി വെക്കാനിടയുള്ള 7 കാര്യങ്ങൾ. അവിടെ മഹാനവറുകൾ സുചിന്തിതമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. രക്ഷ നേടാൻ ആവശ്യമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നതിനേക്കാൾ അപകടഹേതുകമായ ദുരന്തങ്ങളിൽ നിന്ന് മാറാനുള്ള, ഒഴിവാകാനുള്ള ആലോചനയാണ് വേണ്ടത്. എന്തുകൊണ്ട്? ഉദാഹരണം, അൽ ഉജ്ബ്, താൻ പോരിമ, താൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുകയും അഹംഭാവിക്കുകയും ചെയ്യുക. മറ്റുള്ളവരെക്കാളെല്ലാം താൻ വളരെ ഉഷാറാണ് എന്ന് ചിന്തിക്കുക. അൽ ഉജ്ബ് എപ്പോഴും വന്നു പോകുന്നതാണത്. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ ദീർഘകാലം നോമ്പ് നോറ്റു, നിസ്കരിച്ചു, 1 ഹജ്ജ് ചെയ്തു, 10 ഹജ്ജ് ചെയ്തു,
ഇതിലൊക്കെ അഹംഭവിക്കുന്ന, റുജുബ് നടിക്കുന്ന വല്ലാത്ത ഒരവസ്ഥ ഉണ്ട്. ഗൗരവം വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ചെയ്തതെല്ലാം അനർത്ഥമായി തീരും. റുജുബ് വന്നുപോയാൽ താൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് സ്വന്തം നടിക്കുക. കഠിനാധ്വാനം ചെയ്ത് ചെയ്യുന്ന കർമ്മങ്ങളും പുണ്യങ്ങളുമൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ടു പോവുക എന്നത് വല്ലാത്ത ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദാഹരണം പറഞ്ഞാൽ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹദറത്തില് ഹയാത്ത് കാലത്താവട്ടെ റൗള ഷരീഫിലാകട്ടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആലോചനകൾ, ചിന്തകൾ, ആദർശങ്ങൾ ഇതില് വല്ല അപരാധവും വന്നുപോയാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, വലിയ ബേജാറാണ്. അദബുകേട് വല്ലതും സംഭവിച്ചു പോയാൽ എന്തു സംഭവിക്കുമെന്നാണ് ഖുർആനിന്റെ താക്കീത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി. തിരുനബിയോട് അവിടുത്തെ സവിധത്തിൽ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുത്. എന്താണ് അതിന്റെ അർത്ഥം? ഉറക്കെ ശബ്ദിക്കരുത് എന്ന് മാത്രമല്ല, അത് അവിടുത്തെ ഹയാത്ത് കാലത്തും ബാധകമാണ്. ഖുർആൻ ലോകാവസാനം വരെ ബാധകമാണ്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി എന്ന് പറഞ്ഞാൽ തിരുനബിയോട് ബാഹ്യമായി സംസാരിക്കുമ്പോഴുള്ള ശബ്ദത്തിന്റെ നിയന്ത്രണമാണെങ്കിൽ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്തിഖാലോടുകൂടി, വിയോഗത്തോടുകൂടി ഈ പരിശുദ്ധ ഖുർആനിന്റെ താക്കീത് കാലഹരണപ്പെട്ടു പോയില്ലേ? അപ്പോഴ് കേവലം ഒരു ശബ്ദത്തിന്റെ കാര്യമല്ല. അവിടുന്ന് ഒന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരഭിപ്രായം നമ്മളിൽ വന്നു പോകരുത്. സൗത്ത് എന്ന് പറഞ്ഞാൽ വോയിസ്, അഭിപ്രായം എന്താണ്? വോട്ട്. തിരുനബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ മറുചിന്ത വരരുത്, ആലോചന വരരുത്, അഭിപ്രായം വരരുത്. അങ്ങനെ വന്നുപോയാൽ എന്ത് സംഭവിക്കും? അൻ തഹ്ബത അഅമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയുക പോലുമില്ല നിങ്ങൾ ചെയ്തു പോയ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. തിരുനബിയോടുള്ള പെരുമാറ്റത്തിൽ, ആദർശത്തിൽ അദബുകേട് സംഭവിച്ചു പോയാൽ 1000 നമസ്കാരങ്ങളും നോമ്പുകളും ഒക്കെ നമ്മൾ അറിയാതെ ബാത്തുലായി പോകുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇതുപോലെയാണ് റിയാ, റുജ്ബ്, ഹിബർ, ഹസദ്. മനസ്സിനെ ബാധിക്കുന്ന സാർവത്രികമായ മാലിന്യങ്ങളാണ്. ഹസദിനെ പറ്റി അസൂയ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഹസദ് ഒരാളിൽ ഉണ്ടായാൽ നന്മകൾ മുഴുവൻ പൊലിഞ്ഞു പോകും, കത്തിക്കരിഞ്ഞു പോകും. കമാ തഅക്കുലു നാറുൽ ഹതബ. വിറകുകളെ അഗ്നി വിഴുങ്ങുന്നത് പോലെ ഹസദ് കൊണ്ട് എല്ലാ നന്മകളും നശിച്ചു പോകും. അതുപോലെയാണ് ഉജ്ബ്, റിയാ. അതുപോലെ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദ. നാം വല്ല സദഖയും വല്ല ഉപകാരവും ആർക്കെങ്കിലും ചെയ്താൽ അത് മറ്റുള്ളവരോട് എടുത്തു പറയലാകട്ടെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഞാനത് ചെയ്തു കൊടുത്തു, ഇത് ചെയ്തു കൊടുത്തു എന്ന് ഏശി പറയുമ്പോൾ അൽ മന്നു വൽ അദ, ചെയ്തതെല്ലാം നിഷ്ഫലമായി പോകും. അപ്പോഴ് ഒരു സത്യവിശ്വാസി ജാഗ്രത പുലർത്തണം. നാം പാടുപെട്ട് നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കുന്നു, അത് അതുപോലെ വെള്ളത്തിലായി പോകുന്നു എന്ന് പറയുന്ന ദുരന്തം വല്ലാതെ കരുതണം. അപ്പോഴ് വരാൻ പോകുന്ന നാളുകളിൽ സുരക്ഷയുണ്ടാകാൻ ആവശ്യമായ മുൻകരുതലുകളാണ് സത്യവിശ്വാസിക്ക് വേണ്ടത്. നമുക്കായി സ്വന്തം അത്തരം മാനസിക നിയന്ത്രണങ്ങളൊന്നും നടപ്പിൽ വരുത്താൻ കഴിയില്ല. അറിവാളന്മാരായ ആളുകൾ നമുക്കതിനാവശ്യമായ തെർബിയത്ത് നൽകണം. അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ. അതുകൊണ്ട് കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് ഉള്ള കർമ്മങ്ങൾ, പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ആലോചനയും. കഴിഞ്ഞു കടന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുക എന്നതുപോലെ പ്രധാനമാണ് വരാൻ പോകുന്ന നാളുകളിൽ സുരക്ഷയുടെ അവസ്ഥ നമുക്ക് കൈവരണം. അല്ലാഹുമ്മ ആമീൻ. ഭക്ഷണം കഴിക്കുമ്പോൾ നാം അത് ചിന്തിക്കുന്നു. നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ചു, വിശപ്പൊക്കെ മാറി,
എന്നാലും അത്താഴം നാം കഴിക്കാതിരിക്കുന്നില്ല. ഇന്നിപ്പോൾ അത്താഴം കഴിക്കാതിരുന്നാൽ നാളെ പകല് വല്ലാതെ തളർന്നു പോകുമെന്ന ബേജാറാണ്. അത് നമുക്ക് രോഗങ്ങളുടെ കാര്യത്തിലുണ്ട്, സാമ്പത്തിക കാര്യത്തിലുണ്ട്, ആത്മീയ കാര്യത്തിൽ മാത്രം നാം അത് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ കഷ്ടനഷ്ടങ്ങൾ വരാത്ത പുണ്യങ്ങളെ തെരഞ്ഞെടുത്ത് അത് വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ദിക്റുല്ലാഹി വസ്സലാത്തു അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാഭം ഉറപ്പുള്ളതാണ്, നഷ്ടസാധ്യത വളരെ കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് മഹാന്മാര് അത്തരം അമലുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. ഹജ്ജും നിസ്കാരവും ഒക്കെ പലപ്പോഴും വേഗം കൈവിട്ടു പോകാൻ പല കാരണങ്ങളും ഉണ്ടായിത്തീരും. ദിക്റുല്ലാഹി വസ്സലാത്തു അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വർദ്ധിപ്പിക്കുമ്പോൾ അത് സുരക്ഷയാണ്, എളുപ്പത്തിൽ നിർവഹിക്കാവുന്നതാണ്. ലാഭസാധ്യത ഉറപ്പാണ്, നഷ്ടസാധ്യത വളരെ കുറവാണ്. ഇത്തരം ആലോചനകളൊക്കെ മദീന മുനവ്വറയിലെ റൗള ഷരീഫിന്റെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ, മനനങ്ങൾ നമ്മുടെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ അത്തരം സുരക്ഷ പ്രാപിക്കാൻ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. മറ്റുള്ളവർക്കും പ്രയോജനമായി തീരട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.